Hello everyone, welcome back to my YouTube channel. It's me Anamika. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി നമ്മളിത് ഈ കാണുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ +2 റിസൾട്ടിൻ്റെ വീഡിയോ. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് സങ്കടത്തോടെയൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ 3 മാർക്കിന് എൻ്റെ കെമിസ്ട്രിയിൽ A+ പോയി, കെമിസ്ട്രിയിൽ A ഉള്ളൂ, 5 A+ഉം 1 A ആണ് കിട്ടിയിട്ടുള്ളത്, 94% ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കുറച്ച് സങ്കടത്തോടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും കുത്തിയിരുന്ന് പഠിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, റീവാലുവേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുത്തു നോക്കൂ, ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജൂൺ 23 നടന്നിട്ടുണ്ടായിരുന്നു കെമിസ്ട്രീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇന്ന് രാവിലെ 11 മണിക്കാണ് വന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കാര്യം എന്നുള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് A+ ആയിട്ടുണ്ട്, ഫുൾ A+ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി വൈകിട്ടാണെങ്കിലും എന്താ പറയുക, ഭയങ്കര സന്തോഷം. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. അതായത് എൻട്രൻസിനായാലും ഓൾറെഡി ആ ഒരു വന്നിട്ടുള്ള നിലവിൽ ആ ഒരു മെയ് ആ ഒരു ടൈമിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു റിസൾട്ട്, ആ ഒരു മാർക്ക് തന്നെയാണ് എൻട്രൻസിനൊക്കെ എക്സാമിൻസിനെല്ലാം അവർ എടുക്കുന്നത്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്തത് തന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് 39 എങ്ങാണ്ടായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഇയർ മാത്രം തിയറി നോക്കുമ്പോൾ അത്യാവശ്യം ഞാൻ ഓൾറെഡി നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടഫായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച അത്ര എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കഴിഞ്ഞിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 12 മാർക്കോളം കൂടിയിട്ടുണ്ട്. 51 ആയിട്ടുണ്ട്. തിയറി മാത്രം 60ൽ 51 ആയിട്ട് മാർക്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ബാക്കി എല്ലാവരും A+ ഉണ്ട്, നമുക്ക് മാത്രം അതൊരു 3 മാർക്കിന് പോയി എന്നൊക്കെ പറയുമ്പം ഭയങ്കര, ഇപ്പോൾ ഒത്തിരി പേർക്ക് തോന്നാം ഇതൊക്കെ ഭയങ്കര ഷോ ഓഫ് അല്ലേ, ഒരു 3 മാർക്കിന് ഞങ്ങളിവിടെ 5 A+ കിട്ടിയിട്ട് ഇവിടെ ഇതാണ് അവസ്ഥ, ഞങ്ങളിവിടെ A+ പോലും കിട്ടാതെ ഞങ്ങൾ ഇവിടെ പാസ്സായതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ നടക്കുന്നു, പിന്നെ ഇവൾക്ക് എന്താണ് ഇത്ര എന്നുള്ളതൊക്കെ തോന്നാം. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ളവരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫുൾ A+ ആയിട്ടുണ്ട്, 95% ആയിട്ടുണ്ട് +2ൽ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലെ ഈ ഒരു കണക്ക് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിൽ അന്ന് നമ്മൾ കരഞ്ഞതിനും അല്ലെങ്കിൽ അന്ന് നമ്മൾ വിഷമിച്ചതിനൊക്കെ പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവം എന്തായാലും നമുക്ക് സന്തോഷം കൊണ്ട് തന്നിരിക്കും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടേക്ക് കെയർ.